അപ്പോൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ കവർ തന്നെയാണ്. പിന്നെ സൈസോടൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ആവുമോ എന്നുള്ളത്. അപ്പോൾ ഇത് 100 എണ്ണത്തിൻ്റെയാണ് കേട്ടോ വരുന്നത്. ഞാനൊരു 50 എണ്ണത്തിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ ഓർഡർ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ 100 എണ്ണത്തിൻ്റെ കണ്ടുള്ളൂ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നതാണ്. ഒഴിച്ച് നോക്കാം. അതാകുമ്പോൾ നമ്മൾക്ക് ഈസിയാണല്ലോ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഇതാ എത്ര വലുപ്പമുണ്ട് കേട്ടോ കവറ്. ഇവിടെ ഈ ഒരു സ്റ്റിക്കറുണ്ട്. ഇത് നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അതിനുള്ളൊരു സ്റ്റിക്കറാണിത്. ഇതങ്ങൾ ഊരിക്കഴിഞ്ഞാൽ അതാണോ, ഇത് ഊരിക്കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് ഇന്ന് തന്നെ ഒരു കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ കവർ കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. ഞാൻ വലിപ്പം പാകാമെന്ന് വിചാരിച്ചു. കാരണം ചില ചുരിദാറൊക്കെ പാൻറ്റും ഷാളും എല്ലാം കൂടി വരുമ്പോൾ ചുരിദാറിന് അത്യാവശ്യം വർക്കുള്ളതാകുമ്പോൾ അത്യാവശ്യം പൊങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് പാകാമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഇത് കറക്റ്റാണ് കേട്ടോ. 468 രൂപയാണ് ഈ 100 എണ്ണത്തിൻ്റെ ഈ ഒരു കവറിനായിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഉപകാരമുള്ള സാധനമാണ്. പിന്നെ ഇതിൽ നമ്മൾക്ക് അഡ്രസ്സെല്ലാം ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ടോ വെക്കാനുള്ളൊരു ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ആ സ്റ്റിക്കർ നമ്മൾ അതുമെന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്കാൻ നല്ല കുറച്ച് കെയർഫുള്ളായിട്ട് ഒട്ടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയും ഒട്ടിപ്പോവും. അത് ഒട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എടുക്കാനേ പറ്റില്ല, പിന്നെ കീറി കളയേണ്ടി വരും കവറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുള്ള ഇത് ഇതിനകത്ത് വെച്ചിട്ട് അതിനെ കൂട്ടിയിട്ട് അതിൻ്റെ പേപ്പർ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒട്ടിക്കുവാണെങ്കിൽ പേപ്പർ പുറത്തേക്ക് പോവാതെ ഇരിക്കും കേട്ടോ. കാരണം അവിടെ അഡ്രസ്സിൻ്റെ കവറിൻ്റെ അവിടെ ഒട്ടിക്കാനായിട്ടൊരു ഓപ്ഷൻ കാണാനില്ല. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് ആ പേപ്പർ പുറത്തേക്ക് പോവാണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കണം. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. കാരണം 2 കവർ ഞാൻ ഇപ്പോൾ കീറി കളഞ്ഞു. കാരണം ഞാൻ നോർമലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കുന്ന പോലെ കവറും മറ്റുള്ള ഇതൊക്കെ ഒട്ടിക്കുന്ന പോലെ ഞാൻ ഒട്ടിക്കാൻ നോക്കിയതാണ്. പക്ഷേ രണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചപ്പോഴത്തേന് അത് വേറെ എവിടേക്കോ ഒട്ടിപ്പോയി. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ഒട്ടിക്കേണ്ടതാണത്. അതുകൊണ്ടാണ് കേട്ടോ മുഖം അങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നത്. എന്തായാലും സംഗതി സക്സസ് ആയിട്ടുണ്ട്.